ഈ മണ്ഡലത്തെ കഴിഞ്ഞ 9 വർഷക്കാലം പ്രതിദാനം ചെയ്ത ശ്രീ PV അൻവർ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും പാർട്ടിയോടും ആ ഭരണ സംവിധാനത്തോടും കലഹിച്ചുകൊണ്ടും ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുമാണ് അദ്ദേഹം രാജിവെച്ച് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലം പറഞ്ഞുകൊണ്ടിരുന്നത് PV അൻവർ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് പറയുന്നു. ഞങ്ങള് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് സർവസജ്ജമാണ്. UDF നമുക്കറിയാം, ഇവരാരുമില്ലാതെ കഴിഞ്ഞ ഈ ഒരു പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. 100% സ്ട്രൈക്ക് റേറ്റ് ഉള്ള മുന്നണിയാണ് UDF. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നമ്മളത് കണ്ടതാണ്. അവിടെ ഒന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ട് നിന്നതുമല്ല. ഞങ്ങൾക്ക് സുശക്തമായിട്ടുള്ള സജ്ജമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്, മുന്നണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമുണ്ട്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഈ നെറികെട്ട പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ വൈരുദ്ധ്യങ്ങളുണ്ട്, വൈജാത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സർവ്വ സജ്ജമാണ്, ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആരുമില്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ ക്യാമ്പിനെ ഉറ്റുനോക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവ്യക്തതയുണ്ട്. അൻവറിന്റെ കൂടെയാണോ നിങ്ങൾ? അൻവർ നിങ്ങളുടെ കൂടെയാണോ? അൻവർ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ നേതാക്കന്മാരോടുള്ള വിമർശനം ഉന്നയിക്കുന്നു, നിങ്ങൾ അവരോട് അനുഭവത്തോടെ സമീപിക്കുന്നു. മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര വിമർശിച്ചാലും എത്ര പ്രശ്നം ഉണ്ടായാലും അൻവറിനെയും കൂടി ചേർക്കാതെ ജയിക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉള്ളതുപോലെ സത്യത്തിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റെബിലിറ്റി ആർജിച്ചിട്ടില്ലല്ലോ. എന്താണ് നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ലൈൻ എന്താണ്? അൻവർ വേണമോ അതോ അൻവർ വേണ്ടെന്നോ? എങ്ങനെയും അൻവറിനെ വേണമെന്നോ? സത്യത്തിൽ എന്താണ് നിങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം? ഞങ്ങൾ ശ്രീ PV അൻവർ എന്ന ഒരു വ്യക്തി മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ആരെയും ഞങ്ങൾക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ശ്രീ PV അൻവർ മുൻ MLA ആണ്. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തോട്, അദ്ദേഹം ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ PV അൻവർ ഞങ്ങളെ കൂടുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. അദ്ദേഹത്തിന് വരാം, പക്ഷെ അതൊരു കണ്ടീഷൻ വെച്ചിട്ടാകരുത് എന്നുള്ളതാണ് UDF നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വരാം, അദ്ദേഹത്തിന് ഇതിന്റെ ഭാഗമാകാം. പിന്നെ എന്തെങ്കിലും കണ്ടീഷൻ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഗണിച്ചു, അതെല്ലാം നേടിയിട്ടും മാത്രമേ ഞാൻ ഇതിന്റെ ഭാഗമാകൂ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചാൽ അതിനാണ് തൽക്കാലത്തേക്ക് നോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ പോരാട്ടത്തിന്റെ പാതയിൽ ഇന്ന് ഏറ്റവും ശക്തമായി ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ, ഈ നെറുകേടുകൾക്കെതിരെ അതിശക്തമായ പോരാട്ട പാതയിലുള്ളത് UDF ആണ്. ആ UDFനോട് അൻവറിനോട് എങ്ങനെയും കൂടെ കൂടണമെന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും പറയുന്നു. എന്ന് വെച്ചാൽ അൻവർ ഇവിടെ ഒരു ഫോഴ്സ് ആണ്, ഒരു ശക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് വോട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്, അല്ലാതെ അൻവറിനുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടല്ലോ. ആ അൻവർ കൂടെ ഉണ്ടെങ്കിലേ ജയം ഉറപ്പിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ. എന്നാൽ അൻവർ ഇല്ല, നിങ്ങളുടെ കൂടെ ഇല്ല. ഒറ്റയ്ക്ക് മത്സരിക്കാൻ അദ്ദേഹം മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജയത്തെ, നിങ്ങളുടെ പ്രതീക്ഷകളെ അപകടത്തിലാക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. ഞങ്ങളുടെ ആത്മവിശ്വാസം അതുതന്നെയാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ, വിദ്യാർത്ഥി വോട്ടർമാർ, യുവജന വോട്ടർമാർ, വയോജന വോട്ടർമാർ, അഗതി വോട്ടർമാർ, അനാഥ വോട്ടർമാർ, കർഷക വോട്ടർമാർ, വിധവകള്, വനിതകള് എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവാം. ഇതൊരു ഒരു പ്രതിഷേധ വോട്ടായി രേഖപ്പെടുത്താൻ വേണ്ടി ഈ നാട്ടിൽ ജനങ്ങൾ കാത്തു നിൽക്കുക. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിയും പ്രയാസവും മറികടക്കാൻ അതിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം വരാൻ വേണ്ടി പോകുന്ന 2026 തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായി ഇതിനെ കാണുകയും ആ 26ലേക്ക് UDFന്റെ ഒരു സർക്കാർ വരുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഏതെങ്കിലും 1-2 വ്യക്തികളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമല്ല. ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ UDFനൊപ്പം ജനങ്ങൾ